ടി.എം. ശശി, ഇതാ നോക്കൂ, കോൺഗ്രസ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വസനീയമാണോ? അവരുടെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിയോടുള്ള പേടി എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ കാണുന്നത്? നോക്കൂലേ, ഇവിടെ ചിത്രം വ്യക്തമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, മുഖ്യമന്ത്രിയും മന്ത്രിയും, അതായത് എക്സൈസ് വകുപ്പ് മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല, ആരും അറിയാതെയാണ് ഇത്തരം ഒരു കമ്പനി ഇങ്ങോട്ട് വരുന്നത്. ഇത് സർക്കാരിന്റെ നയമേ അല്ല എന്നാണ്. ഇത് വളരെ വ്യക്തമായി ജനുവരി 23 കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായി നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. 2022-23 മദ്യനയം സർക്കാർ രൂപീകരിച്ചപ്പോൾ തന്നെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആമുഖത്ത് തന്നെ പറയുന്നു, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. അതിനാവശ്യമായ ENA ഉൾപ്പെടെയുള്ളത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ കേരളത്തിന് ഭീമമായ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളെല്ലാം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തും. പുതിയ കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള കമ്പനികളിൽ ആവശ്യമായ ഉൽപ്പാദനങ്ങൾ കൂട്ടുകയോ ചെയ്യുമെന്ന് 2022-23 തന്നെ മദ്യനയത്തിൽ പറഞ്ഞതാണ്. ഇത് ആരും അറിഞ്ഞില്ല. ഓയാസിസ് കമ്പനി മാത്രം എങ്ങനെ അറിയുന്ന പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്ന ഒരു സാധനം ആർക്ക് വേണമെങ്കിലും ഈ കേരളത്തിലെ ഇത്തരം കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ വെബ്സൈറ്റിൽ നിന്ന് തുറന്നു കിട്ടുന്ന സാധനം ആരും അറിയാതെ എന്ന് പറയുന്നത് തന്നെ ശുദ്ധ കള്ളം, പച്ചക്കള്ളം. അവിടെ നിൽക്കട്ടെ, ഒന്നാമത്തെ വിഷയം ഞാൻ അവിടെയാണ് പറഞ്ഞത്. രണ്ട്, അദ്ദേഹം പറയുന്നത് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിനെ അറിയിച്ചില്ല എന്നാ. എത്ര വിദഗ്ധമായാണ് അദ്ദേഹം നുണ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എവിടെയാ? ഇവര് കേരളത്തില് കൃത്യമായി 2024 ഫെബ്രുവരി 26 KSIDCയുടെ ബോർഡ് യോഗം ചേർന്നു. ആ ബോർഡ് യോഗത്തിൽ ഗ്രാമപഞ്ചായത്തും ഒരു ബോർഡ് മെമ്പറാണ്. ബോർഡ് മെമ്പറായ അതിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ആ തീരുമാനം കൃത്യമായി 2024 ജൂൺ 18 തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം പഞ്ചായത്തിന് അയച്ചു കൊടുക്കുന്നു. പഞ്ചായത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി വരുന്നു. അന്നെല്ലാം പഞ്ചായത്ത് എല്ലാം വിശദമായി ചർച്ച ചെയ്തു, പരിശോധിച്ചു. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒരു കാര്യവും പഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് മെമ്പറായി ഞാൻ 5 കൊല്ലം ഇരുന്നു, ഒരു കാര്യം പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നില്ല എന്നാ. ഇത് കേൾക്കുന്ന മറ്റ് ഗ്രാമപഞ്ചായത്ത് ആളുകളും കൂടി ഒന്ന് അറിയട്ടെ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും അറിയട്ടെ. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വരുന്ന ഇത്തരം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കത്ത് ബോർഡിന്റെയോ പ്രസിഡന്റിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താതെ പോകുമോ? അപ്പൊ അതിനർത്ഥം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ പോയിട്ട് ഒരു വാർഡിന് പോലും നിൽക്കാൻ യോഗ്യതല്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. പിന്നെ ഇവിടെ ലാല് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊന്നുമല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്താ അറിയോ? ഇവരുടെ പ്രശ്നം നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഇത് വരുന്ന വഴി എന്താവും? ഇത് കേരളത്തിൽ വരുന്ന വഴി 100 കണക്കിന് കോടി രൂപ ഈ കേരളത്തിന് GST ഇനത്തിലും മറ്റ് നികുതി വരുമാനത്തിലും കിട്ടും. അതിനു പുറമെ 2500ഓളം ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും ബ്രൂവറി വഴി ജോലി കിട്ടും. കേരളം മുടിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് BJP കോൺഗ്രസും, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാ വിധത്തിലും കേരളത്തെ തകർക്കണം. കേരളം ഇപ്പൊ നോക്കൂ, ആഭ്യന്തര വരുമാനത്തിൽ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് 56% വർധനവുണ്ടാക്കി. അത് ചെറിയ കാര്യമല്ല. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചിന്തിക്കാൻ കഴിയോ? അങ്ങനെ വരുമാനം വർദ്ധിപ്പിച്ചപ്പോഴാണ് കേന്ദ്രം നമുക്ക് തരേണ്ട, കേരളത്തിന് തരേണ്ട ന്യായമായ സാമ്പത്തികമായ ന്യായമായി നമുക്ക് തരേണ്ട ഗ്രാന്റ് ഉൾപ്പെടെ നമുക്ക് അനുവദിക്കപ്പെട്ട, നമുക്ക് അവകാശപ്പെട്ട വായ്പ എടുക്കാൻ തടസ്സപ്പെടുത്തുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കുന്നത് ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായാണ്. അപ്പൊ ഇതുകൂടി വരുമ്പോഴോ ഇത് 250 കോടിയിലധികം രൂപ വർഷത്തിൽ അതിന്റെ മാത്രം വരികയാണ്. അങ്ങനെ വിവിധങ്ങളായ ഇത് വരുമാനം വരും, വിവിധ ഇറക്കുമതിയിൽ ഉണ്ടാകുന്ന ലാഭം ഉണ്ടാവും. കേരളത്തിൽ ഉണ്ടാവുന്ന ഇത്തരം നേട്ടങ്ങളെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ. അതുപോലെ തന്നെ കുടുംബങ്ങൾ, 2000ഓളം കുടുംബങ്ങൾക്ക് ജോലി കിട്ടിയ ചെറിയ കാര്യമല്ല. ഈ 2000ഓളം ആളുകൾക്ക് ജോലി കിട്ടലും ആഭ്യന്തര വരുമാനം വർധനവും ഇത് മനസ്സിലാക്കിയപ്പോ കോൺഗ്രസിന് ഹാലളകി. അങ്ങനെ കേരളം രക്ഷപ്പെടണ്ട, കേരളത്തിന് അങ്ങനെ നികുതി കിട്ടണ്ട, കേരളത്തിൽ GST വരുമാനം കൂട്ടണ്ട, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണ്ട. അങ്ങനെ എങ്ങനെ കിട്ടിയാൽ ആ കിട്ടുന്നത് കേരളം വീണ്ടും കഴിഞ്ഞ 5 കൊല്ലം ഉണ്ടായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം തുടർഭരണം ഉണ്ടായതുപോലെ ഇതുപോലെ തുടർച്ചയായി വൻകിട പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികൾ മുഴുവൻ മുടക്കാനാണ് കോൺഗ്രസും BJPയും ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകർ, ചെറുപ്പക്കാർ മനസ്സിലാക്കട്ടെ, ഇതാണ് കോൺഗ്രസിന്റെ നയം. നോക്കൂ, ഇവര് ഭരിക്കുമ്പോ 10 ഡിസ്റ്റിലറി കേരളത്തിൽ വന്നിട്ടുണ്ട്, 10 ഡിസ്റ്റിലറി വന്നിട്ടുണ്ട്.
അല്ല 10 ഡിസ്റ്റിലറിയും 7 ബ്ലെൻഡിംഗ് യൂണിറ്റ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു കാര്യം ഇവർ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ വാദം എന്താ, ഏതെങ്കിലും ടെൻഡർ വിളിച്ചാണോ സ്വകാര്യ കമ്പനി നിക്ഷേപം നടത്തുക? അല്ല. അപ്പൊ ഇവര് കൊണ്ടുവരുമ്പോൾ ഒന്നും പ്രശ്നമല്ല. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വൻകിട പ്രൊജക്ടുകൾ വന്നാൽ, കോടിക്കണക്കിന് രൂപ ആളുകൾ നിക്ഷേപം നടത്തിയാൽ, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഉറപ്പായാൽ, കേരളത്തിൽ നിക്ഷേപം ഉണ്ടെന്ന് ഉറപ്പായാൽ, അതിനെ തകർക്കാൻ എടുക്കുന്ന കോൺഗ്രസിന്റെ ക്രൂര മനസ്സാണിത്. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് കേരളത്തെ തകർക്കാൻ എടുക്കുന്ന ലക്ഷ്യമാണിത്. നിങ്ങൾ നോക്കൂ, ഇതിങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇത് കേരളം തകർക്കൽ മാത്രമല്ല, രണ്ടാമത് പ്രശ്നം കൊണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടിന്റെ സോഴ്സ് എന്താ? കർണാടക. കേരളത്തിൽ വരുന്ന 43 കമ്പനികളിൽ നിന്നും സ്പിരിറ്റ് ഒഴുകുന്ന 43 കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്പനി ഏതാ? ഒന്ന് കർണാടകയിലെ ഹർഷ ഷുഗേഴ്സാ, രണ്ടാമത്തതോ മഹാരാഷ്ട്രയിലെ റാഡിക്കോയാണ്. ഈ കർണാടകത്തിന്റെ ആരാ? കർണാടകയിലെ ഹർഷ ഷുഗേഴ്സിന്റെ ഉടമസ്ഥയുടെ പേരെന്താ? ലക്ഷ്മിയാണ്. ആരെ ലക്ഷ്മി? മഹിളാ കോൺഗ്രസിന്റെ കർണാടക അധ്യക്ഷ. അവിടെ കൊണ്ട് നിൽക്കണ്ട, അവര് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കർണാടകത്തിലെ. കർണാടകയിലെ കോൺഗ്രസ് നേതാവായ മന്ത്രിയായ ലക്ഷ്മിയുടെ കമ്പനിയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പിരിറ്റ് ഒന്നാമത്തത്. രണ്ടാമത് നോക്കൂ, മഹാരാഷ്ട്രയിലെ റാഡിക്കോ. അതാ റാഡിക്കാരന്റെ ചാരുദത്തയുടെ ചാരുദത്ത പങ്കജമുണ്ട വന്ന BJPയുടെ കഴിഞ്ഞ തവണ കേന്ദ്രമന്ത്രി, ഇപ്പൊ സംസ്ഥാന മന്ത്രി. അപ്പൊ BJPയുടെയും കോൺഗ്രസിന്റെയും വൻകിട നേതാക്കളുടെ മന്ത്രിമാരുടെ കമ്പനിയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇപ്പോ ആവശ്യമായ സ്പിരിറ്റ് വരുന്നത്. ഇത് തടഞ്ഞാൽ അവർക്ക് വരുമാനം കുറയും. അവർക്ക് വരുമാനം കുറഞ്ഞാൽ കേരളത്തിലേക്ക് BJPക്ക് കോൺഗ്രസിന് വരുന്ന ഫണ്ട് കുറയും, ഇവർക്ക് ഒഴുകുന്ന മദ്യം കൊഴിയും. അപ്പൊ കോൺഗ്രസിന്റെയും BJPയുടെയും അവരുടെ വരുമാനം കുറയാതിരിക്കാനും അവരുടെ നേതാക്കൾക്ക് പണമുണ്ടാക്കാനും കേരളത്തിനെ തകർക്കാനും വേണ്ടിയാണ് BJPയും കോൺഗ്രസും പറയുന്നത്. ഇതിന് ആധികാരികമായി അല്ല എന്ന് ഇവർ തെളിയിക്കട്ടെ. ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രി വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ച് വരുമ്പോൾ ഇവരെ ഇത്തരം ഈ എന്താ പറയുക വാദമുകൾ, ഒരു നിലയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാദമുകൾ കൊണ്ടുവരുന്നത് കേരളത്തെ തകർക്കാൻ വേണ്ടി മാത്രമാണ്. നേരത്തെ ഇവർ ജലദൂഷണം പറഞ്ഞു, അത് അടിപോയി. നിങ്ങൾ നോക്കൂ എന്തൊക്കെയാണ് അടിപോയത്. ആദ്യം ഇവർ പറഞ്ഞത് ജലദൂഷണം, ഇപ്പോഴോ ജലദൂഷണത്തെ കുറിച്ച് മിണ്ടാട്ടമില്ല. പിന്നെ അവരെന്ത് പറഞ്ഞു? ടെൻഡർ. ഇപ്പൊ ടെൻഡറിനെ കുറിച്ച് മിണ്ടാട്ടമില്ല. അപ്പൊ ടെൻഡറും പോയി, ജലദൂഷണം പോയി. ഇനിയിപ്പോ എന്താ പറഞ്ഞത്? കവിത വന്നു. അതായത് ആന്ധ്രയിൽ തെലങ്കാനയിലെ കവിത ഇവിടെ വന്നു എന്നുള്ളവരെ ഈ പുതിയ ആരോപണം കൊണ്ടുവരികയാണ്. ഇവരെല്ലാ കാലത്തും പുതിയ ആരോപണം കൊണ്ടുവരും. യഥാർത്ഥത്തിൽ കോൺഗ്രസും BJP ലക്ഷ്യം വെക്കുന്നത് കേരളം വരുമാനം ഉണ്ടാവരുത്, കേരളത്തിൽ പുതിയ ആളുകൾക്ക് തൊഴിൽ കിട്ടരുതെന്ന ലക്ഷ്യമാണ്. കേരളത്തിലെ ചെറുപ്പക്കാരും കുടുംബാംഗങ്ങളും മനസ്സിലാക്കും. എല്ലാ കാലത്തും ഈ കോൺഗ്രസിന്റെയും BJPന്റെയും ഈ പിന്തിരിപ്പൻ സമീപനം, കേരളത്തെ പുറകോട്ട് വലിക്കുന്ന സമീപനം ജനം തിരിച്ചറിഞ്ഞ് അവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടുമെന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി.